പകൽക്കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലവും എബ്രായ ലേഖനത്തിൽ നിന്ന് തുടർന്ന് ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആയതിനായിട്ട് എബ്രായ ലേഖനം 5-ാം അധ്യായം 11 മുതൽ 6-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ കുറവാണുണ്ടെങ്കിലും ഇങ്ങനെ കേൾപ്പാൻ മാന്യമുള്ളവരായിരിക്കുന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാരണം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുടെ ആധാരമല്ല, പാലത്തെ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുടെ ആഹാരം നന്മ നിന്നുള്ള തിരിച്ചറിയുവാൻ തരകത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം കഴിഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജീവപ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി, ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിച്ച പക്ഷം നാം അത് ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടെ താൻ മനുഷ്യജാതിക്ക് വേണ്ടി തുറന്നതായ പുതിയ വഴിയുടെ ശ്രേഷ്ഠതയും നമുക്ക് അതിൽ കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾ അല്ലെങ്കിൽ എബ്രായ വിശ്വാസികൾ അവരുടെ സ്വർഗീയ സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രയിൽ പലവിധമാകുന്ന തടസ്സങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ തടസ്സങ്ങളെയെല്ലാം അഭിമുഖീകരിച്ച് അവർ പ്രത്യാശ വെക്കുന്ന തുറമുഖത്ത് എത്തിച്ചേരണം എന്നാണ് എഴുത്തുകാരന്റെ ശുഭാപ്തി വിശ്വാസം. എന്നാൽ 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മൾ കാണുന്നത് അവരിൽ പലരും അവർ വിട്ടുപോകുന്നതായ ആ എബ്രായ വിശ്വാസത്തിലേക്ക്, യഹൂദ ആചാരങ്ങളിലേക്ക്, യഹൂദ പൗരോഹിത്യങ്ങളിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം ദൈവം അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തതായ രക്ഷയെ വിട്ട് പിന്മാറുന്നതായ ഒരവസ്ഥയാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3-4 അധ്യായങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് അവര് ഈ പരദേശ യാത്രയിൽ ആയിരിക്കുമ്പോൾ തന്നെ, ഈ ലോക ജീവിതത്തിൽ അവർ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് വേണ്ടി ഒരു സ്വസ്ഥത ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് അവർക്ക് പലർക്കും പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ സ്വസ്ഥത അനുഭവിക്കുന്നതായ ജനത്തിന്റെ അടുത്ത പടിയാണ് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിത്തീരുക, ക്രിസ്തീയ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിത്തീരുക. അപ്പോൾ ഈ എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് കാലം നോക്കുമ്പോൾ
പറയുമ്പോൾ അവർ ഉപദേശകന്മാരായിരിക്കേണ്ടതായ പ്രായം അവർക്കുണ്ട്. പക്ഷേ അവര് ഇപ്പോഴും വിശ്വാസത്തിന്റെ ആദ്യ ഭാഗങ്ങളെ പോലും അറിയാത്തവരാണ്. എന്ന് പറയാൻ വിശ്വാസം എന്താണ്, മാനസാന്തരം എന്താണ്, സ്നാനം എന്താണ്, ശിക്ഷാവിധി എന്താണ്, ഇങ്ങനെയുള്ളതായ ആദ്യ ഭാഗങ്ങളെ പോലും അറിയാത്തവരായ ശിശുക്കളായിരിക്കുന്നതായ അവസ്ഥ, വളർച്ച പ്രാപിക്കാതെ ഇരിക്കുന്നതായ അവസ്ഥ, വിശ്രമത്തിലേക്ക് കയറുവാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. നാം വായിച്ചതായ വേദഭാഗത്തിൽ നിന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇങ്ങനെ വളർച്ചയില്ലാത്ത അനുഭവത്തിൽ വിശ്വാസികൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ അവർ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെ ഒരു സാധ്യത അവർക്കുണ്ടായാൽ അവർക്ക് വിശ്വാസ ത്യാഗം തന്നെ സംഭവിക്കാമെന്നും, അങ്ങനെ എബ്രായ വിശ്വാസികൾ അപകട മേഖലയിലാണ് വളർച്ചയില്ലാത്ത ഈ അവസ്ഥയിൽ നിൽക്കുന്നത് എന്നാണ് പൗലോസ് ഇവിടെ നമ്മെ ഓർമ്മിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുന്നത് ഒരു പുതിയ രംഗത്തോടുകൂടെയാണ്. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, കിടന്നും ബീജത്താലല്ല കിടാത്തതിനാൽ നിലനിൽക്കുന്നതായ എന്നേക്കും നിലനിൽക്കുന്നതായ ജീവനുള്ളതായ ദൈവവചനത്താൽ അത്രേ നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ചിരിക്കുന്നു. പത്രോസിന്റെ തന്നെ ലേഖനത്തിൽ 2-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചലവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. അതായത് രക്ഷയിലേക്ക് കടന്നു വന്നതിന് ശേഷം ക്രിസ്തീയ ജീവിതത്തിൽ ഒരുവൻ വളരുന്നതിന് വേണ്ടി അവൻ മായമില്ലാത്തതായ പാൽ, ദൈവവചനമാകുന്ന മായമില്ലാത്തതായ പാൽ അവൻ ദിനംതോറും കുടിക്കണം. നമുക്കറിയാം, ശിശുക്കളൊക്കെ വളരണമെങ്കിൽ അവർക്ക് ആവശ്യമായ പാല് കൊടുക്കണം. പാല് കൊടുക്കുന്നത് എനിക്ക് 1-2 വർഷത്തേക്ക് കൊടുത്തിട്ടുള്ളതാണ് തോന്നുന്നത്. അതുണ്ടോ? പക്ഷെ എന്നും ഈ ശിശുവിന്റെ പാല് മാത്രമായി കൊടുത്തുകൊണ്ടിരിക്കത്തില്ല. കാരണം പാല് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ കുട്ടിക്ക് വളർച്ച ഉണ്ടാകത്തില്ല, അവന്റെ പ്രേമം വികസിക്കത്തില്ല, ശരീരഭാഗങ്ങൾ വേണ്ടതുപോലെ മസിലുണ്ടാകുകയോ വേണ്ട കായിക ശേഷി ഉണ്ടാകുകയോ ചെയ്യത്തില്ല. ആയതുകൊണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ കുറേശ്ശെ കട്ടിയായിട്ടുള്ളതായ ആഹാരം കൊടുക്കും. പക്ഷേ എബ്രായ വിശ്വാസികളോട് പറ്റിയിരിക്കുന്നത് അനേക വർഷങ്ങൾ കഴിഞ്ഞു, പ്രായപൂർത്തിയാകാനുള്ള വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടും അവരിപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അവർക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയും അവർക്ക് ഉണ്ടാകുന്നില്ല. നമ്മൾ ഓർത്ത് നോക്കിയാൽ വളരാത്ത ഒരു ശിശു നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഭാരം മനസ്സിലാക്കും. എന്നും ശിശുവായിട്ടിരിക്കുക. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ പാരലൈസ്ഡായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ അങ്ങനെയുള്ള ഒരു ശിശുവിനെ സംരക്ഷിക്കേണ്ടി വരുന്നതായ മാതാപിതാക്കളുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട അവസ്ഥയാണ്. ദൈവത്തിന്റെ സ്തോത്രം.
അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും വീണ്ടും ജനിപ്പിച്ചതായ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നാം അടയാതെ, കട്ടിയായുള്ള ആഹാരം കഴിക്കാതെ, ജീവിതത്തിൽ ആത്മീയ വളർച്ചയുണ്ടാകാതെ, ജീവിതത്തിൽ പക്വതയുണ്ടാകാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാം പാരാലയസായിട്ട് കിടക്കുകയാണെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ചതായ ദൈവത്തിന് എന്തുമാത്രം ഭാരമുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ പൗലോസ് കോരിന്ത്യർ ലേഖനത്തിൽ വിശ്വാസികളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായം, പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യൻ ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവനെ പോഷിത്വമാകുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യൻ, പ്രകൃതിയായുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ജനിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തതായ മനുഷ്യൻ, അല്ലെങ്കിൽ ലോക മനുഷ്യൻ. ഗ്രീക്കിൽ അവനെ സൂഹിക്കോസ് എന്നാണ് പറയുന്നത്. സൂഹിക്കോസ്, സൂഖെ എന്ന് പറഞ്ഞാൽ സോൾ. അവൻ ജീവനുള്ള ദേവിയായി തീർന്നു, അവൻ സോളിഷ്മാനായി തീർന്നു. ആ സുഖ എന്നുള്ള പദത്തിലാണ് സൈക്കോളജി ഒക്കെ ഉണ്ടാകും. അപ്പോൾ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത്. അവന് വീണ്ടും ജനിക്കുകയോ പാപബോധം ഉണ്ടാകുകയോ മാനസാന്തരപ്പെടുകയോ ഒന്നും ചെയ്യാത്തല്ല പ്രാകൃത മനുഷ്യൻ. സാധാരണ ദൈവസഭകളിലൊന്നും അങ്ങനെയുള്ളവര് ആരും ഇല്ല എന്ന് നമ്മൾ പറയാനില്ല. പെന്തക്കോസ്ത് സഭകളിലും പലരും സ്നാനപ്പെട്ടവരാണെന്ന് പറയുന്നെങ്കിലും ആരാണ്? പ്രാകൃതന്മാര്. അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടവനാണോ പ്രാകൃതനാണോ. രണ്ടാമത്തെ ഗ്രൂപ്പ് താങ്കൾ വായിക്കുമ്പോൾ ആത്മീയമായി വിവേചിക്കേണ്ടതായ കഴിയുന്നതല്ല, ആത്മീയ സകലത്തെയും വിവേചിക്കുന്നു, ആരായും വിവേചിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവനെ പോഷിത്വമാകുന്നു. രണ്ടാമത്തെ ആത്മീയത, ആത്മീയനെ കുറിച്ച് ഞാൻ പറയാം. മൂന്നാമത്തത്, എന്നാൽ സഹോദരന്മാരെ, മൂന്നാമധ്യായം, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ, ഓരോരുത്തരുമായ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ആത്മീയന്മാരെ എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തു ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാടത്രേ ഞാൻ നിങ്ങൾക്ക് തന്നു. ഭക്ഷ്യപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും വിണകവും എനിക്ക്, നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലേ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ് പൗലോസ് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരുടെ സെർവൻസ്. ഞാൻ നിങ്ങൾക്ക് സ്നേഹിച്ചു, ദൈവം അത്രയോ അത്രേ വളരുമാറാക്കിയത്. ആ
ആളുകൾ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടന്നവനും നനയ്ക്കുന്നവനും ഏതൊരു ഓരോരുത്തരും കാണാൻ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി. അപ്പോൾ കൂടുതലായ വിശ്വാസികൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവർ ജഡീകന്മാരാണ്. കാരണം അവരുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും വഴക്കും ഒരു ആത്മീയമായി മുരടിച്ചിരിക്കുന്ന അവസ്ഥയും ഒക്കെ പൗലോസിലൂടെ കാണാൻ കഴിയുന്നു. പണ്ട് ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ട്രാക്ടർ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. തമ്പിയുടെ ഹൃദയം ട്രാക്ടർ മനുഷ്യന്റെ ഒരു ഫോട്ടോ അതിനകത്ത് ഉണ്ട്. അതായത് സഹകരണമാകുന്ന വന്യമൃഗങ്ങൾ, പാമ്പും കടുവയും സിംഹവും എല്ലാം അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുഖമാണ്. കാരണം നാച്ചുറൽ വേന, സാധാരണ മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തവന. ക്യാമ്പസ് ഗ്രൂപ്പിന്റെ പോലെ ചില പിക്ചേഴ്സ് ഇറക്കിയിട്ടുണ്ട്. അതിൽ ജലീകന്റെ പടമാണ്. ജലീകന്റെ പടം നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ ജലീകൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനാ കേട്ടോ, രക്ഷിക്കപ്പെട്ടവനാ. അവന് പരിശുദ്ധാത്മാവും ഇല്ലെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവും ഉള്ളവന, സ്ഥാനപ്പെട്ടവനോ. പക്ഷെ അവന്റെ പദത്തിൽ വരച്ചിരിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനം കൊടുത്തിരിക്കുന്നത് സ്വയത്തിന. കർത്താവിന്റെ കുരിശ് അവന്റെ കാൽകീഴ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ചെടി. ഞാൻ പറഞ്ഞതിന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും ജനിച്ചവനും രക്ഷിക്കപ്പെട്ടവനും ഒക്കെ ആണെങ്കിലും യേശുക്രിസ്തുവിന്റെ കുരിശിനോ ദൈവത്തിന്റെ വചനത്തിനോ വേണ്ടതായ പ്രാധാന്യം കൊടുക്കാതെ സ്വയത്തിന്, സ്വന്തം ഇച്ഛകൾക്ക്, സ്വന്തം ആഗ്രഹങ്ങൾക്ക്, സ്വന്തം പൊസിഷന്, സ്വന്തം നേട്ടങ്ങൾക്ക് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്നവരെയാണ് പ്രാകൃതം എന്ന് പറയുന്നത്. മൂന്നാമതൊരു കൊണ്ടുവരുന്നുണ്ട്, സ്പിരിച്വൽ മാൻ, ആത്മീയൻ. ആത്മീയന്റെ ഫോട്ടോയില് കേന്ദ്ര സ്ഥാനം, ഹൃദയത്തിലെ കേന്ദ്ര സ്ഥാനത്തിരിക്കുന്നത് കുരിശാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവമാണ് ആത്മീയന്റെ ഏറ്റവും പ്രധാന സ്ഥാനമെന്ന് പറയുന്നത്. ദൈവവചനത്തിനാ, കുരിശിനാ. ജഡീകന്റെ ഹൃദയത്തില് സെൽഫിഷ്നെസ്സും സ്വാർത്ഥതയും ജഡവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിന ആത്മീയന്റെ ഹൃദയത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം. ഞാൻ എന്താണ് പറയാൻ വരുന്നത്, ഈ കോരിന്ത് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവരെക്കുറിച്ച് ഒന്നാം അധ്യായത്തില് പൗലോസ് പറയുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഒരു സഭയാണ്. കോരിന്ത് സഭ എന്ന് പറയുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ല. അതുപോലെ അതിന്റെ രണ്ടാമത്തെ ആറാം വാക്യത്തിൽ വായിക്കുമ്പോൾ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കും. ഈ എല്ലാവരുമാകുന്ന കൃപാവരങ്ങളും നിറയപ്പെട്ടതാണ് ഈ സഭയിൽ കൂടെ നാം ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ആ സഭയിൽ ഇല്ലാത്തതായ യാതൊരു പ്രശ്നങ്ങളും ഇന്നില്ല. ഒരു നിലയിലെ ഒന്നാം അധ്യായം മുതൽ 4-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ ഇടയിൽ
ഭിന്നിപ്പുണ്ട്. ആ മാത്രമല്ല പലവിധമാകുന്ന അന്ന് നിലവിൽ ഇരുന്നതായ ഹ്യൂമൻ ഫിലോസഫീസിൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നതാണ്. പൗലോസിന് അവർ വലിയ സ്ഥാനമൊന്നും കൊടുത്തിരുന്നില്ല. ലോകപ്രകാരം നോക്കുമ്പോൾ പൗലോസ് അത്ര ശ്രേഷ്ഠനായെന്നോ അവർ കണ്ടില്ല. നേതാക്കന്മാരുടെ പേരിൽ അവർ അന്യോന്യം വഴക്കിടുന്നവരും അവിടെ വിഘടനവാദം നടത്തുന്നവരുമായിരുന്നു. 5-ാമത്തെ അധ്യായത്തിലോട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ സഭയിൽ ദുർനടപ്പുണ്ടായി. 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവരിൽ പലരും കോടതി കയറി ഇറങ്ങുന്നവരായിരുന്നു. അതും സഹോദരന്മാർക്ക് നേരെ. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ കുറച്ച് അതിവിശുദ്ധന്മാരുണ്ടായിരുന്നു. അതിവിശുദ്ധന്മാരെന്ന് പറഞ്ഞാല് അവര് വിശ്വസിച്ചിരുന്നത് ഏകാദി എല്ലാം വന്നു, പുനരുദ്ധാനം എല്ലാം കഴിഞ്ഞു. ആയതുകൊണ്ട് നമ്മൾ അതിവിശുദ്ധന്മാരായ സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കണം എന്ന് കുറച്ചുപേര് പഠിപ്പിച്ചു. ഭാര്യ ഭർത്തൃ ജീവിതം അഥവാ കുടുംബമായി ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ അടങ്ങിയതായ കുടുംബജീവിതത്തിൽ താമസിക്കുന്നുണ്ട് എങ്കിലും യാതൊരു വിധമാകുന്ന ബന്ധങ്ങൾ ഭാര്യ ഭർത്താവുമായി ഉണ്ടാകുവാനായി പാടില്ല. കാരണം സ്വർഗത്തിൽ മാറ്റയൊന്നുമില്ല. അതിനാണ് ഈ ഓവർ റിയലൈസ്ഡ് എസ്കറ്റോളജി എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന സംഭവങ്ങളെല്ലാം ആവണി വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനും 2-ാമത്തെ വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് സമ്പാദിച്ചു തന്ന സകല അനുഗ്രഹങ്ങൾ നമുക്ക് അവൈലബിൾ ആയി കാലഘട്ടത്തിൽ. പക്ഷെ പൂർണ്ണമായും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനിയും അനേകം നന്മകൾ അതിന്റെ പരിപൂർണതയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആയതുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരെ ഈ കാലയളവിനെ വിളിക്കുന്നത് ഈ കാലത്തിലെ തിയോളജിയെ വിളിക്കുന്നത് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ള എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പൂർണ്ണതയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൽ നമുക്ക് രോഗസൗഖ്യം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു രോഗമുണ്ട്. നമുക്ക് വ്യക്തിജീവിതമുണ്ടെങ്കിലും നമ്മളിപ്പോഴും മരിക്കുകയാണ്. നമുക്ക് സമൃദ്ധിയുണ്ടെങ്കിലും നമ്മളിപ്പോഴും കഷ്ടത്തിലൂടെ പോവുകയാണ്. അപ്പോൾ കാരണം ഞാൻ വലിയ പറഞ്ഞു വിശാലം അവന്റെ ലോകവും അവന്റെ പ്രവൃത്തികളും നിലനിൽക്കുന്നിടത്തോളം ഇത് രണ്ടും കൂടെ നിലനിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 8, 9, 10 അധ്യായങ്ങളിൽ വരുമ്പോൾ ഈ കൊരിന്തില് കൊരിന്ത് പട്ടണം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പട്ടണമായിരുന്നു. ധാരാളം ക്ഷേത്രങ്ങളും ദേവതകളും അതിനോട് ചേർന്നുള്ളതായ ഫുഡ് സാക്രിഫൈസ് ഐഡൽസും ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നിലവിലുള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ കുറച്ച് വിശ്വാസികള് ഇവിടെ സമാധാനത്തിന് വരികയും അപ്പോൾ തന്നെ ഈ ജാതീയ ദേവന്മാരുടെ ആരാധനയിൽ പങ്കെടുക്കുന്നവരുമായിരുന്നു. പങ്കെടുക്കുന്നവർ മാത്രമല്ല, അവിടുത്തെ ലൈംഗിക മ്ലേച്ഛതകളിൽ പോലും അവർ പങ്കെടുക്കുന്നവരായിരുന്നു. വിഗ്രഹങ്ങളുടെ മുമ്പിൽ വെച്ച് നടക്കുന്ന ആഘോഷങ്ങളിലും അതിന്റെ ഫീസ്റ്റുകളിലും എല്ലാം അവർ പങ്കെടുക്കുമായിരുന്നു. പങ്കെടുക്കുക മാത്രമല്ല, അതിനുവേണ്ടി
വേണ്ടി അവർ വാദിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ആ വെളിച്ചത്തില തിരുമേശയുടെ വെളിപ്പാട് പൗലോസ് നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും പങ്കെടുക്കുവാനായി സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ 12, 13, 14 അധ്യായം. 15 അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. അതിനെതിരെയാണ് 15 അധ്യായത്തിൽ പൗലോസ് എഴുതുന്നത്. 13, 14, 15 അധ്യായങ്ങളിൽ പൗലോസ് സംസാരിക്കുന്നത് കൃപാവരങ്ങളെ കുറിച്ചാണ്. കൃപാവരങ്ങളെ കുറിച്ച് തന്നെ പറയുവാനായിട്ട് പ്രത്യേക കാര്യങ്ങളുണ്ട്. അതായത് ഈ കോരിന്ത സഭയിൽ എല്ലാ കൃപാവരങ്ങളും ഉള്ളവരായിരുന്നു ഞാൻ പറഞ്ഞു. ഇവര് ഈ അന്യഭാഷയ്ക്കൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നവരായി. അന്യഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക മാത്രമല്ല, ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നതാണ് ആത്മീയതയുടെ അടയാളം എന്നവർ കരുതിയിരുന്നു. അതുകൊണ്ട് അന്യഭാഷ പറയുന്നതിനൊക്കെ ഭയങ്കര ബലമായിരുന്നു കൊരിന്ത സഭയിൽ. യാതൊരു ഓർമ്മ അടക്കം ചെട്ടുകയൊന്നുമില്ലായിരുന്നു. കാരണം അതാണ് ആത്മീയതയുടെ ലക്ഷണം എന്ന് പറയും. അപ്പോൾ എല്ലാവരും ആത്മീയന്മാരാകാനായിട്ട് ഭയങ്കര മത്സരമായിരുന്നു കൂടുതൽ. അവരോട് പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നോട് പറയുന്നത് നിർത്താനാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരെക്കാളും ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ്. എന്നാൽ താൻ സംസാരിച്ചത് സഭയിലുള്ള 4 പേര് പ്രത്യേകിച്ച് അവിശ്വാസികളും കൂടെ നിലനിൽപ്പുള്ളതായ ഒരു സഭയിലല്ല താൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത്. ഈ കൺസിഡറിന്റെ പ്രൈവറ്റ് അഫയർ, അതായത് താൻ വീട്ടിലിരിക്കുമ്പോൾ, താൻ പ്രാർത്ഥിക്കുമ്പോൾ, താൻ സഞ്ചരിക്കുമ്പോൾ, യാത്രയിലായിരിക്കുമ്പോൾ, എല്ലാ സമയങ്ങളിലും മുഴുവൻ അന്യഭാഷ പറയുവാനായിരുന്നു. ഇങ്ങനെ പൗലോസ് പറയുന്നത് കൊണ്ട് സഭയിലായാലും അന്യഭാഷ പറയുന്നത് നമ്മളല്ല. ഓരോ സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് അന്യഭാഷ പറയുന്നത് വിലക്കുകയും അല്ല. നമ്മളെല്ലാം അന്യഭാഷ പറയണം. ഒന്നാമത്തെ സഭയിൽ അന്യഭാഷ ഇല്ല. അപ്പൊ പറയരുതെന്ന് പറഞ്ഞാല് ഉള്ളതും കൂടെ കാണത്തില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരുന്നത് ഈ 12, 13, 14 അധ്യായങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 13ാമത്തെ അധ്യായത്തിനെയാണ് നമ്മൾ ലവ് ചാപ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. ബൈബിൾ ലവ് ചാപ്റ്റർ. എന്തുകൊണ്ടാണ് പൗലോസ് ഈ ചാപ്റ്ററുകളെ കൊണ്ടുവന്നതെന്ന് അറിയാമോ? ജീവിതത്തിൽ ഒരുവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് അവൻ പെർഫെക്റ്റ് ആകണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ദൈവസ്നേഹമാണ്. അകത്തെ ലവാണ്. ദൈവത്തിന് സ്തോത്രം. ആ കൃപാവരം കഴിഞ്ഞിട്ട് മാത്രമേ മറ്റ് ഏത് കൃപാവരങ്ങളും ഉള്ളൂ. സ്തോത്രം. 13ാം അധ്യായത്തിലേക്ക് നമ്മൾ കണ്ടുവരുമ്പോൾ പൗലോസ് പറയുന്നത് എല്ലാവരും കേട്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹം ഇല്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഞാൻ എന്തെല്ലാം ഗ്രഹിച്ചെന്ന് പറഞ്ഞാലും പ്രവചനം ഉണ്ടായാലും അമ്മകളും അറിയാനും സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ്റെ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ എനിക്കുള്ളതെല്ലാം ചുടുവാൻ ഏൽപ്പിച്ചാൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല.
അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉടന്നു പോവുകയില്ല. 14 വാക്യത്തിൽ വരുമ്പോൾ ആദിയായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പറയാനുള്ള സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിക്കും. അപ്പോൾ സ്നേഹം അടിസ്ഥാനമായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവൻ പെർഫെക്റ്റ് അല്ല. വേറെ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് പൗലോസ് പറയുന്നത്. ഈ അധ്യായം മുഴുവൻ വായിച്ചാല് സ്നേഹം എന്ത് ചെയ്യുന്നു, സ്നേഹം എന്ത് ചെയ്യുന്നില്ല, സ്നേഹം എന്താകുന്നു, സ്നേഹം എന്താകുന്നില്ല. പൗലോസ് പറയുന്നത് നിങ്ങൾ എത്ര പ്രവചനം നടത്തിയാൽ, നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞാൽ, നിങ്ങൾ എത്ര പ്രവചിച്ചാൽ, നിങ്ങൾ എത്ര വീര്യപ്രവർത്തികൾ ചെയ്താൽ, വീര്യപ്രവർത്തികൾ സകല മർമ്മങ്ങൾ പറഞ്ഞാൽ, നിങ്ങളെ തന്നെ ചുടുവാൻ ഏൽപ്പിച്ചാൽ, എന്നൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അടിസ്ഥാനപരമായി ദൈവസ്നേഹം, അഗാപ്പെ ലവ്, ദൈവവാക്യം 4 വിധത്തിലുള്ള സ്നേഹമുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കും. അവ ഈ സിസ്റ്റർ ലവ് ഉണ്ട്, ഹീറോസ് എന്ന് പറയും, സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പ്, ഫിലിയൽ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരുടെ ഇടയിലുള്ള സ്നേഹം. പക്ഷെ ഈ അഗാപ്പെ ലവ് എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കുന്നതല്ല. റോമലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അഗാപ്പെ ലവ് നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുക. അത് വീണ്ടും നിലച്ചപ്പോൾ നമ്മളിൽ പകർന്നിരിക്കുക. ഈ സ്നേഹത്തെ വളർത്തിയെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണെന്ന് അറിയാമോ? എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. അതെങ്ങനെയാണെന്ന് ഉള്ള ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ നിർത്താമെന്ന് വിചാരിക്കുന്നു. 1 പത്രോസ് 2 പത്രോസിന്റെ ലേഖനത്തിലോട്ട് നമുക്ക് കടന്നു വരാം. പത്രോസ് 1-ാം അധ്യായം അതിന്റെ 3 മുതൽ 3 വായിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നിർത്തേ. എന്നാൽ ഇവിടെ പറയുന്നത് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുക മാത്രമല്ല, നമുക്ക് വളരാനുള്ള ദൈവവചനം നമുക്ക് തന്നിരിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ അഗാപ്പെ ലവ് നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുക മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിനും പക്വതയ്ക്കും വേണ്ടിയത് സകലവും ഇറ്റ് ഈസ് ആൾറെഡി ഗിവൺ എന്നാ പറഞ്ഞേക്കുന്നത്. എന്ത്? തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ അവന്റെ ഭക്തിയുള്ള ജീവിതം അല്ലെങ്കിൽ കോമൺലി ലൈഫ്, ആത്മീയ ജീവിതത്തിനും ആവശ്യമായതെല്ലാം ദൈവം തന്റെ വാഗ്ദത്തങ്ങളാൽ ദൈവം നമ്മൾ തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം തന്റെ ശക്തിയാൽ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയാ
ഏതിനാൽ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവശക്തിയാൽ, ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങളാൽ ഇവയാൽ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരും. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും ധരിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവരും തന്റെ മുമ്പിലത്തെ പാപങ്ങളെ സ്ഥിരീകരണം മാറുന്നവരും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടയിൽ പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എന്താണ് നമ്മളിവിടെ കാണുന്നത്? ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ പാസീവായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തിയാലല്ല രക്ഷ എന്ന് നമുക്കറിയാം. പ്രവൃത്തിയാലല്ല രക്ഷ. പക്ഷേ രക്ഷപ്പെട്ടയാണ് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ രക്ഷയുടെ അവസാനമല്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരുന്നവരായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മാച്യൂരിറ്റി പ്രാപിക്കുന്നവരായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരായിരിക്കണം. ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ വാച്ച് കിട്ടുന്നവരാ, ഇല്ലയോ? അല്ലയോ? ഈ വാച്ച് തെറ്റായിട്ടുള്ള സമയം തന്നാല് ചിലപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് നഷ്ടമായെന്ന് വരും, ഇല്ലയോ? അതുപോലെ പല അനർത്ഥങ്ങളും നമ്മൾ ഉണ്ടായെന്ന് വരും. ട്രെയിൻ കിട്ടിയില്ല വരുന്നൊക്കെ സമയത്ത് അങ്ങനെയുള്ള വാച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ ഉപയോഗിക്കത്തില്ല. കാരണം ഒരു വാച്ചിന് ഇത്രയ്ക്ക് എത്ര രൂപയുള്ളൂ. ഒരു ഫ്ലൈറ്റ് മിസ്സായി പോയാലും നമ്മളൊരു ദൂരം കിടക്കും, ഇല്ലയോ? അതുപോലെ വണ്ടി നമ്മൾ മേടിക്കുന്നില്ല. നല്ല പ്രായം വണ്ടികളൊക്കെ മേടിക്കും. വഴി വന്ന് കിടക്കുകയാണെങ്കിലോ നമ്മൾ അത് ഉപയോഗിക്കുമോ? ഇല്ല. നമ്മൾ അതിനെ എന്ത് ചെയ്യും? കളയും അതിനെ. വേറെ വായിക്കും നമ്മൾ. എന്താണ് ഞാൻ പറയുന്നത്? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതാണ് പറയുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങള് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ഉപദേശകന്മാർ ആണുങ്ങളെന്നുള്ളതായ പ്രായം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആദ്യപാഠങ്ങളിൽ കിടക്കുക. അതുകൊണ്ട് അറിഞ്ഞുകൂടാ. കാരണം ദൈവവചനത്തിൽ വളർച്ചയില്ല. ജീവിതത്തിൽ പ്രഥമമായി ഉണ്ടായിരിക്കേണ്ടതായ അഗാധ നമ്മളിൽ വളരുന്നില്ല. നമ്മളുള്ളതായ വിശ്വാസം അത് അവിടെ തന്നെ നിൽക്കുക. വിശ്വാസത്തിൽ എന്തുണ്ടാകുന്നില്ല? വളർച്ച ഉണ്ടാകുന്നില്ല. ഓരോ പറയുന്നതായ ക്വാളിറ്റീസ്, 7 ക്വാളിറ്റീസ് ഇവിടെ പറയുന്നു. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ വിശ്വാസം. ഇത് മുഴുവൻ വിശ്വാസം. വിശ്വാസത്തിന് വീര്യം കൂട്ടണം. വിശ്വാസത്തിന് വീര്യം കൂട്ടണം. വിശ്വാസമാകുന്ന പടിയിൽ നിന്നുകൊണ്ട് ഓരോ ക്വാളിറ്റീസും നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യണം. ഒന്നൊന്നായി ആഡ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെ പോലും ഓരോന്നും ഇങ്ങനെ വർദ്ധിച്ച് നമ്മൾ എന്ത് പ്രാപിക്കും? ദിവ്യ സ്വഭാവത്തിന് അഥവാ അകത്തെ ലൗകിക നമ്മൾ കൂട്ടാളികളായി തീരുക. നാം ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി തീരുക. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ വായിക്കാം. നമ്മുടെ വിശ്വാസത്തോട്
വീര്യത്തോട് പരിജ്ഞാനവും. ഒരു സെക്കൻഡ്. വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വീര്യത്തോട് പരിജ്ഞാനവും. വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വീര്യത്തോട് പരിജ്ഞാനം. പരിജ്ഞാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ നോളജ്. എക്സ്പീരിയൻഷ്യൽ നോളജ്. തലയുടെ അറിവല്ല, തലയിൽ ബുദ്ധിപരമായിട്ട് വരുന്ന അറിവല്ല. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചാൽ അവർക്കുണ്ടാകുന്ന അന്യോന്യ അറിവെന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവുമായി ഇന്റിമേറ്റ് റിലേഷനിൽ വന്ന അവരുമായി നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് അവരിൽ നിന്ന് പ്രാർത്ഥനയുമായ അനുഗ്രഹങ്ങളെല്ലാം ചോദിച്ചു വാങ്ങുന്ന അനുഭവം, നമ്മുടെ കുരുവിലെല്ലാം ഭജനയിൽ ഏറ്റുവരുന്ന അനുഭവം, നാമം ദൈവവുമായിട്ട് ഉണ്ടാകുന്നതായ അഭേദ്യമായ ബന്ധം, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പരിചയങ്ങൾ, അനുഭവങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുന്ന മറുപടികൾ, ദൈവത്തിൽ സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വളർച്ചകൾ, ദൈവത്തിൽ നടന്നുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന തകർച്ചകൾ, ഇതെല്ലാം നമ്മൾ അനുഭവമാകുന്ന ഒരു പരിജ്ഞാനമുണ്ട്. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാലേ ഈ മാസ്റ്ററി ഓഫ് സെൽഫ് കൺട്രോൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് സെൽഫ് കൺട്രോള്? നമ്മളെ നയിക്കുന്നത് ജഡമൊന്നുമല്ല, ജഡമോ വിശാലോ ഇങ്ങനെയുള്ള ഭാഗ്യശക്തികളൊന്നും അല്ല നമ്മളെ നയിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് സ്വയമായി നിയന്ത്രിക്കുന്ന ഒരു ജീവിതം. ഇന്ദ്രിയം സ്ഥിരത. എന്താണ് സ്ഥിരത? സ്ഥിരത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന് നേരെ വന്നാലും, എനിക്കിങ്ങനെ വന്നുപോയല്ലോ, എന്ത് എനിക്കിത് വിശ്വാസത്തിൽ ഇറങ്ങിയതുകൊണ്ട് എനിക്കിത് സംഭവിച്ചു പോയല്ലോ എന്ന് പറയുന്ന ആ മനോഭാവമല്ല സ്ഥിരത എന്ന് പറയുന്നത്. സ്ഥിരത എന്ന് പറയുന്നത് എന്തും വരട്ടെന്ന് പറയുന്ന വി ആർ മോർ ദാൻ കോൺഗ്രസ് എന്നൊക്കെയാ പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നതായ പ്രതികൂലങ്ങളുടെ കാര്യത്തിൽ, വിശാലങ്ങളിൽ വരുന്നതായ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ തളർന്നു പോകാതെ ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച്, ദൈവത്തിന്റെ വചനത്തെ ആശ്രയിച്ച്, പ്രാർത്ഥനയെ ആശ്രയിച്ച്, ദൈവത്തിന് ഏത് സാഹചര്യങ്ങളും നേരിടുവാൻ കഴിയുന്ന ഒരു വിശ്വാസി അവന് അനുബന്ധം ഉണ്ടാകുന്നത്. അവനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭയപ്പെടുന്നത്. ഞാൻ ഒരു 6 മാസം റൂർക്കിലയിലായിരുന്നു ഓഫീസ്. ആ സ്റ്റീൽ പ്ലാന്റിനോട് ബന്ധപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു ഞാൻ വർക്ക് ചെയ്ത്. ഞാനവിടെ സ്റ്റീൽ ഉണ്ടാക്കുന്ന കാണാനായി ഒരിക്കൽ പോയി. എങ്ങനെയാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്? സമയമില്ല, എങ്കിലും ഓടിച്ച് പറയാം. ഈ പാറയുടെ അടിയിൽ നിന്നുള്ളതായ പാറ ഖനനം ചെയ്ത്, അതായത് അയൺ ഓർസ് ഡിപ്പോസിറ്റുള്ള പാറ ഖനനം ചെയ്ത് കൊണ്ടുവന്ന് വലിയ വലിയ ലോറികളിൽ കൊണ്ടുവന്ന് ടാങ്കറിൽ കയറ്റി, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. 1500-2000 സെന്റിഗ്രേഡ് ചൂടുള്ളതായ വലിയ ഫർണേസ് ഉണ്ട്, ഇലക്ട്രിക് ഫർണേസ്. ഈ ഫർണേസിലോട്ട് കൺവെയർ വഴി കയറ്റി ഇടുവാണ്. ഇത് കണ്ട പാർക്കല്ല, കറുത്ത് കരുവാളിച്ച് തൊടാൻ തോന്നിയാലാണ്. ഇത് ഈ ഫർണേസിലോട്ട് കൊണ്ട് തട്ടിക്കഴിയുമ്പോൾ മറുവശത്തുകൂടെ ഇത് ഉരുകി ലാവ പോലെ തീ ഒഴുകി വരുന്നത് പോലെ ഒഴുകി വരുന്നത്. അതിനാ ഫർണേസ് എന്തിട്ടാലും അപ്പം ഭസ്മമാണുള്ളത്. മനുഷ്യനല്ല മൃഗമല്ല, എന്ത് ഇരുമ്പല്ല, ഒരു കല്ല, അത്രയ്ക്ക് ഹീറ്റാണ്. ലാവ ഒഴുകി നിങ്ങളെല്ലാം കണ്ടു കാണും. ഇതൊരു ടാങ്കറിൽ ശേഖരിച്ച് പിന്നെ കൊണ്ടുപോകുന്ന എവിടെയെന്നറിയാം, ഇതിനകത്ത് കുറേ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യും.
ശുദ്ധീകരിക്കാൻ. എന്തിനാ? ശുദ്ധീകരിക്കാൻ. അപ്പോൾ ഈ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ആഡ് ചെയ്യും. എന്നിട്ട് അത് തെളിച്ചെടുക്കും. തെളിച്ചെടുത്തിട്ട് പിന്നെ അത് ഷോർട്ടിൽ പറയാനാണ് ഏതാ എൻ പ്രോഡക്റ്റ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനെല്ലാം ഡൈസ് ഉണ്ട്. ഷീറ്റാണോ പൈപ്പാണോ വാട്ടർ ഇറ്റ് ഈസ്. അപ്പോൾ അതിലേക്ക് ഇത് കടത്തി വിടുക, കണ്ടൻസ് ചെയ്ത് കടത്തി വിടുക. ഇതെല്ലാം ഓട്ടോമാറ്റിക് നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു കണ്ണുകൊണ്ട് നമ്മൾ ഈ അയണോറ് നോക്കിയിട്ട് മറ്റേ അറ്റത്ത് ആ എൻ പ്രോഡക്റ്റൂടെ നോക്കുമ്പോൾ ഒരേ കണ്ണിൽ നോക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഞാൻ പറഞ്ഞതെന്നറിയാം, സെറിൽ എന്നുള്ളതിന് നമ്മുടെ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് വാക്കിൽ അർത്ഥം ഞാൻ പറഞ്ഞു. എന്നെ നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു എൻഡ് പ്രോഡക്റ്റായിട്ട് നമ്മൾ തീരണം. അതാ പക്വത എന്ന് പറയുന്നത്. എല്ലാ നാളും ഇങ്ങനെ ആദിപാഠത്തില് ഇങ്ങനെ വചനത്തെ നോക്കി വചനം സംസാരിക്കാൻ വരുമ്പോൾ ഉറക്കം തോന്നി തലയിൽ കിഴക്കിട്ട് ആർക്ക് വേണമെന്നും പറഞ്ഞിരിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കുമ്പോഴേ പരിശോധന വരുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ നേരെ നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളെ പണിയുന്നത്. നല്ല ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കണം. അല്ല വെറുതെ ഒന്നും അകപ്പേലോ കിട്ടത്തില്ല, വെറുതെ ഒന്നും പെർഫെക്റ്റ് ആകാനായിട്ട് ഒക്കത്തില്ല. പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഒരു സിന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല ഇവിടെ പറയാം. ടീലയോസ് എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ച് എത്തിക്കൽ പെർഫെക്റ്റ്നെസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു മരത്തിന്റെ ചെടി നട്ടാൽ, ഒരു തെങ്ങാണെന്നിരിക്കട്ടെ, എന്താ നമ്മുടെ ഉദ്ദേശം? ഇത് വളരണം. നമുക്കൊരു കണക്കുണ്ട്, ഇത് ഇത്ര വർഷം ആകുമ്പോഴും ഇത് കായ്ക്കണം. കായ്ക്കുന്നില്ല എന്ത് ചെയ്യും? നമ്മൾ വെട്ടി ദൂരം കളയില്ലേ? നിയമനിച്ച് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ അത് കായ്ക്കുകയും പ്രതീക്ഷിച്ചതിന് മുമ്പേ അത് ഫലം തരികയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം ഓർത്തു നോക്കി. ഇതാ പെർഫെക്റ്റ്നെസ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് നമ്മൾ പ്രയോജനമുള്ളവരായി തീരണം. വയോജനം വായിക്കാം പെട്ടെന്ന്. പരിജ്ഞാനത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ യേശുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമാകില്ല. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? ഉത്സാഹമുള്ളവരായിരിക്കും, ഫലമുള്ളവരായിരിക്കും. ഫലം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഫലമുള്ളവരായിരിക്കും. പിന്നെ അതില്ലാത്തവനോ അവൻ ദൃശ്യദൃഷ്ടിയുള്ളത്, ഷോർട്ട് സൈറ്റഡ്, ബ്ലൈൻഡ് സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളെ ഒന്നും കാണുവാനുള്ള കഴിവില്ല. കുറച്ച് ഹോസ്പിറ്റലിൽ കിട്ടാൻ നല്ലതാണ്. അതിനപ്പുറം എന്താണ് ക്രിസ്തീയ ജീവിതമെന്ന് അറിയാനോ ഗ്രഹിക്കാനോ ആർജിക്കുവാനോ താല്പര്യമില്ല. ക്രിസ്തു ദൃഷ്ടിയുള്ളവരും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും, അതാ ഭക്തത എന്ന് പറയുന്നത്. അതാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതാണ് എബ്രായർക്ക് പൗലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നതായ ഒരു വിളിയുണ്ട്. നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. അത് നിങ്ങൾ ഉറപ്പാക്കണം. ഉറപ്പാക്കുന്ന സമയം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടവയ്ക്കുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഉലച്ചേ സംഭവിക്കത്തില്ല. പിന്നെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിപ്പാനിടയായി തീരും. സ്തോത്രം. അത് ഈ ലോകത്ത് വെച്ച് തന്നെ, ഈ ലോകത്ത് വെച്ച് തന്നെ എന്താണ് ദൈവരാജ്യം അറിയുവാൻ
ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ, ദൈവരാജ്യത്തിൽ നമുക്ക് അനുഭവமான പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയുവാൻ, അനുഭവിക്കുവാനും, ദൈവിക സന്തോഷങ്ങളും അനുഭവിക്കാൻ, ദൈവിക സമാധാനം അല്ലെങ്കിൽ ദൈവിക സ്വസ്ഥതകളും അനുഭവിക്കാനെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? കോഴിന്റെ സഭയിൽ പക്വതയില്ലായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ അവരുടെ പക്വതയിൽ വന്നിട്ടില്ല. അവർക്ക് അല്ലാത്ത ലൗകില്ല. അപ്പോൾ പക്വത പ്രാപിക്കാനുള്ള ഒരു വഴിയാണ് പല വഴികളുണ്ട് കേട്ടോ. ഒന്നേ ഞാൻ പറഞ്ഞോളൂ. എന്താണ്? വിശ്വാസികൾ അഗാപ്പേ ലൗകിലേക്ക് വളരണം. അഗാപ്പേ ലൗകിലേക്ക് വളരണമെങ്കിൽ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാകണം. നിങ്ങളെ സ്നേഹത്തെ കുറിച്ച് 1:13 അധ്യായം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്നേഹത്തിൽ ഡിസിപ്ലിൻ ഉണ്ട്. സ്നേഹം ആർജിക്കുവാൻ എന്തുണ്ട്? ഡിസിപ്ലിൻ ഉണ്ട്. പിന്നെ അധ്വാനമുണ്ട്, കഷ്ടപ്പാടുണ്ട്, വേദനയുണ്ട്. വെറുതെ ഒന്നും ദൈവിക സ്വഭാവം നമുക്ക് പാടുവാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ വളരുവാനായി ദൈവം ലക്ഷ്യമെത്തുന്ന ആ പക്വതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ